വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ശരിക്കും ഡിഫറെൻ്റ് ആണ് കേട്ടോ. നമ്മളിന്ന് നാടൻ തിലോപ്പിയ എങ്ങനെയാണ് വെട്ടി ക്ലീൻ ചെയ്യുക, എന്നിട്ട് അത് വറുക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഇതിനു മുന്നേയൊക്കെ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ശരിക്കും ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പാടത്തുനിന്ന് തന്നെ നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നതാണ്. അച്ഛൻ പിടിച്ചിട്ടുണ്ടായിരുന്ന മീനാണ്. അപ്പോൾ അമ്മ അത് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്. ഞങ്ങളിവിടെ ചേർത്തലക്കാർ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യുന്ന മെത്തേഡാണ്. ഞങ്ങളിവിടെ സിലോപ്പി എന്നാണ് കേട്ടോ ഇതിന് പറയുക. നിങ്ങൾ ചിലപ്പോൾ വേറെ സ്ഥലത്ത് വേറെ പേരായിരിക്കും പറയുന്നത്. പിലോപ്പി എന്നൊക്കെ പറയുന്നത് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യുന്നത്. അപ്പം ഇതിപ്പോൾ ഞാൻ സ്പീഡ് കൂട്ടിയിട്ടല്ല കേട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് അമ്മ വെട്ടുന്ന സ്പീഡ് ഇതാണ്. അമ്മ ഇത് വെട്ടി ശീലമായതുകൊണ്ട് തന്നെ അമ്മ നല്ല സ്പീഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിതിന് പ്രത്യേകിച്ച് സ്പീഡ് കൂട്ടേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ മീൻ ഇതേപോലെ എടുത്തിട്ട് രണ്ട് സൈഡിലുള്ള അതിൻ്റെ ആ ഒരു ചിറക് പോലത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് രണ്ടും കട്ട് ചെയ്ത് കളയുക. അമ്മ കത്രികയാണ് അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിച്ചാത്തി വെച്ചിട്ട് അമ്മ ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ചും കൂടെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കത്രിക യൂസ് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ രണ്ട് സൈഡിലുള്ള ഈ ഒരു ചെതുമ്പലുണ്ടല്ലോ, അത് പിച്ചാത്തി വെച്ചിട്ട് നല്ലോണം ഇതേപോലെ വെട്ടിക്കളയുന്നുണ്ട്. പിന്നെ ഈ ഒരു രീതിയിലും അത് നേരെ താഴത്തേക്കാണെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യാം. അപ്പോൾ ഒരെണ്ണം അമ്മ ക്ലീൻ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തേതും ആദ്യം ചെയ്തതുപോലെ തന്നെ ഇതേപോലെ രണ്ട് സൈഡിൽ നിന്നും ആ ഒരു അതിൻ്റെ വാലിൻ്റെ പോലത്തെ ആ ഒരു ഭാഗം, വാലല്ല ചിറക് പോലത്തെ ആ ഒരു ഭാഗം, പിന്നെ എന്താ ഇവിടേക്ക് ഇതേപോലെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇത് കത്രികയ്ക്ക് കളയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമേ. എൻ്റെ പഴയ കത്രികയാണ്, ഞാൻ തയ്ച്ചുകൊണ്ടിരുന്ന കത്രിക മോശമായപ്പോൾ അമ്മ എടുത്തതാണ്. എന്നിട്ട് ഇതേപോലെ അതിൻ്റെ ആ ഒരു ചെതുമ്പൽ ഫുള്ള് കളയുന്നുണ്ട്. ഇങ്ങനെ കളഞ്ഞിട്ട് തേക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെളുക്കും. അത് കഴിഞ്ഞിട്ട് വാല്, രണ്ടിൻ്റെയും വാല് ഇതേപോലെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. വാല ഏറ്റവും ലാസ്റ്റാന്ന് തോന്നുന്നു കട്ട് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് കറക്റ്റ് അറിയില്ല, കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു തരാൻ മാത്രമേ എനിക്കറിയുള്ളൂ, ചെയ്യാൻ അറിയാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു കട്ടയുണ്ട്, അതിൻ്റെ പുറത്താണ് അമ്മ മീൻ തേക്കുന്നത്. ഈ ഒരു കട്ടയുടെ പുറത്ത് തേക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അതിൻ്റെ ചെതുമ്പലൊക്കെ പോയിട്ട് വെളുക്കാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. എനിക്ക് തോന്നുന്നു ഹോളോ ബ്രിക്സ് ആണെന്ന് തോന്നുന്നു കേട്ടോ ആ കട്ട. അതിൻ്റെ പുറത്തിട്ടാണ് അമ്മ ഇങ്ങനെ തേക്കാറുള്ളത്. അമ്മ താഴെ ഇരുന്നിട്ടല്ല ചെയ്യുന്നത്. അതാണ് കുറച്ചും കൂടെ എളുപ്പത്തിൽ ആ ഒരു ഇതിലിരുന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ രണ്ട് മീൻ മാത്രമേ ഇപ്പോൾ ജസ്റ്റ് വറുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാനതൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അമ്മ തന്നെയാണ് മീൻ എപ്പോഴും വെട്ടാറുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡ് അമ്മയ്ക്ക് ഉണ്ട് കേട്ടോ ഈ മീൻ വെട്ടാനായിട്ട്. അതും ഈ പാടത്തൊക്കെയുള്ള മീനൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ അതാണ് കൂടുതൽ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മക്കതിൽ നല്ല എക്സ്പേർട്ടാണ് അമ്മ ചെയ്യാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് വെളുപ്പിച്ചെടുക്കും ഇത് ക്ലീൻ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് കറക്റ്റായിട്ടത് ക്ലീൻ ചെയ്യാന്നുള്ളത്.
അപ്പോൾ നമ്മുടെ സിലോപ്പി ഏകദേശമൊക്കെ സെറ്റ് ചെയ്ത് അമ്മ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കൊണ്ടുവന്ന് അകത്ത് വെച്ചിട്ടും പിന്നെയും അമ്മ ഒന്നുകൂടെയൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. കൈ കൊണ്ടും പിച്ചാത്തി കൊണ്ടൊക്കെ അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യും കേട്ടോ. അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ കുടലും പിന്നെ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഫുൾ ഇതേപോലെ അമ്മ കൈ കൊണ്ട് ക്ലീൻ ചെയ്ത് എടുക്കാറുണ്ട്. അപ്പോൾ ഇനി നമ്മളത് വറുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്നൊരു വറുക്കാൻ വേണ്ടി തോന്നി, അപ്പോൾ അങ്ങനെ വറുക്കുന്നതാണ് കേട്ടോ. അതിൽ ഓവറായിട്ടൊന്നും ചേർക്കണമെന്നില്ല, നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ ജസ്റ്റ് ആഡ് ചെയ്തിട്ട് വറുത്തെടുക്കുക ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ ഇതേപോലെ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്നാലല്ലേ അതിൻ്റെ ഉള്ളിലോട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. ആദ്യം ഉണ്ടായിരുന്ന മീനും ഇപ്പോൾ ഉള്ള മീനും കൂടെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാകും. അമ്മ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് നല്ല വെളുപ്പിച്ചെടുത്തിട്ടുണ്ട്. തുമ്പപ്പ് പോലെ ഇരിക്കണം എന്നൊക്കെ പറയില്ലേ, അതേപോലെ അമ്മ ആക്കിയെടുക്കും കേട്ടോ. അതേത് മീനാണെങ്കിലും അമ്മ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കും. ഇനി അതിനകത്തോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഇത്ര ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യണം കേട്ടോ. വേറൊന്നും ആഡ് ചെയ്യണമൊന്നുമില്ല. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വറുക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം, എന്നാലേ എല്ലാ ഭാഗത്തേക്കും അതങ്ങനെ എത്തി പിടിക്കുള്ളൂ എന്നാണ് അമ്മ പറയണത്. ഞാനാണെങ്കിൽ ചിലപ്പോൾ സ്പൂണൊക്കെ യൂസ് ചെയ്യും കേട്ടോ. അമ്മ പക്ഷേ കൈ കൊണ്ട് തന്നെയാണ് എല്ലാം ചെയ്യണം. അത് കഴിഞ്ഞിട്ടൊരു പാനിൽ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ കറിവേപ്പില ഇട്ടിട്ട് മീനും കൂടെ വെച്ച് വറുത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ എണ്ണ ചൂടാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണേ. ആദ്യം കറിവേപ്പിലയുടെ കാര്യം മറന്നു കേട്ടോ, എന്നിട്ട് പിന്നെയും കറിവേപ്പില ഇട്ടേക്കുവാണ് കേട്ടോ. അതിൻ്റെ പുറത്തോട്ടാണ് മീൻ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ 2 മീനും ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ 2 സൈഡും നല്ല രീതിയിൽ കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരെണ്ണം വലുതായതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് ഫ്രൈ ആവണമല്ലോ. അപ്പോൾ അതിന് കുറച്ച് അധികം സമയം വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരു സൈഡ് ഓക്കെ ആയിട്ടുണ്ട്, അപ്പോൾ ഞാൻ മറിച്ചിട്ടേ എന്നിട്ട് മറ്റേ സൈഡും കൂടെ ഒന്ന് നന്നായിട്ട് മൊരിച്ചെടുക്കുകയാണ് ചെയ്യണത്. കുറച്ച് വണ്ണമുള്ള ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഉള്ളിൽ കുറച്ച് വെള്ള കളറായിട്ട് ഇരിക്കും. എനിക്ക് അങ്ങനെ ഇരിക്കണ ഇഷ്ടമല്ല, ഞാനതുകൊണ്ട് ചെറുത് നോക്കിയിട്ടൊക്കെ വറുക്കുള്ളൂ. ചെറുതാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ല മൊരിഞ്ഞ് കിട്ടും. ഇത് കുറച്ച് അധികം നേരം ഫ്രൈ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.